ആദ്യമായി കണ്ട ദിവസം. പേടിക്കാൻ പാടില്ല. ചോദ്യം ഒന്നാണ് വെട്ട് വെട്ട് വെട്ട്. കഴിഞ്ഞോ? ആ പറഞ്ഞോ, ആൻസർ പറഞ്ഞോളൂ. സെപ്റ്റംബർ 4, 2016. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യമായി ഒരുമിച്ച് കണ്ട സിനിമയുടെ പേര്. പെട്ടെന്നായിക്കോട്ടെ. ഫസ്റ്റ് മൂവി. ആ മുഖത്തോട് മുഖം നോക്കി ആലോചിക്കണ്ട. ടൈമുണ്ട്. 10 വരെ ഉള്ളു കേട്ടോ. 2, 3, 4, വേറെ എന്തൊക്കെയോ 7, 8, 9, 10. പണിഷ്മെന്റ് ആയിട്ട് ഇഞ്ചി ആദ്യമായിട്ട് ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി കടിച്ചു. അത് കഴിക്കണം കേട്ടോ, മുഴുവൻ കഴിക്കണം. പിന്നെന്താ പണിഷ്മെന്റ്? ചുമ്മാ കടിക്കാനാണെങ്കിൽ ചുമ്മാ തന്നാ പോരെ. വായിലിട്ട് ചവയ്ക്കണം, വായിലിട്ട് ചവയ്ക്കണം. വായിലിട്ട് ചവയ്ക്കണം, തീർച്ചയായിട്ടും വായിലിട്ട് ചവയ്ക്കണം. ചുമ്മാ പല്ലിലിട്ട് കടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നന്നായിട്ട് ചവയ്ക്കണം. ഇറക്കണം ഞാൻ പറയാനുള്ള, ചവയ്ക്കണം. കയ്യില് സാധനം അകത്തേക്കൊന്നും പോയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. അതെ, ഇതില് മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളൂ കേട്ടോ, അടിയില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ആവശ്യം വരും. അല്ല, അത് വരും, ആവശ്യം വരും. ഷിൻഡോ ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ്. എതുകോ ഇവിടെ വേണ്ട. ആ, രണ്ടുപേരും എഴുതണം. സത്യമാണോന്ന് അറിയാൻ പറ്റൂ. അതെ. വീട്ടിൽ കുറിച്ച് എഴുതണ്ടോ ചേച്ചി? അതെ, എല്ലാ ഫുഡിന്റെ പേര് എഴുതാൻ പറ്റില്ല കേട്ടോ, ഏതെങ്കിലും അത്രേ ഉള്ളൂ. ഓക്കെ, ആൻസർ കാണിച്ച്. ചേച്ചിയുടെ ആൻസർ വായിച്ച്. ദാരിദ്ര്യം, ദാരിദ്ര്യം. നാരങ്ങൊന്നും വേണ്ട. നിങ്ങള് UK കല്യാണം കഴിച്ച, അതിനുമ്പോ കല്യാണം കഴിച്ചല്ലേ ഒരു ടോസ്റ്റ്. തോപ്പിച്ചത് ചേട്ടനാ, അപ്പൊ ചേട്ടനാ തോപ്പിച്ചത് ചേട്ടനാ, അപ്പൊ ബിരിയാണി എഴുതിയിരുന്ന പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഈ ഒരെണ്ണം വെച്ച് ചവിടിച്ചോണ്ടിരിക്കുന്ന നടക്കൂല കേട്ടോ. അടുത്ത് ആനോൾ ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ്. എഴുതിക്കോ. ഞാനിവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കും. വേണേ ഇന്നത്തെ ഫുഡ് എഴുതിക്കോ. കപ്സയും റൈസും. റൈസും ചിക്കനും. അതെ, കപ്സയും ചിക്കനും. എല്ലാ ഫുഡും ഇഷ്ടമായി. അതാ കൊച്ചിനെല്ലാം മനസ്സിലായി. സമയം കഴിയാറട്ടോ. 5, 4, 3, 2, 1. എന്നാലും ഇത് ഗസ് അടിച്ചോ? ഒരു 5 സെക്കൻഡ് എടുത്തരാം. 5, 4, 3, 2, 1. വായിച്ചോളൂ. എന്താ? അടുത്ത സാധനം കൊടുക്കുക. നല്ല സാധനം. ഇഞ്ചിയാ വേണ്ട. അത് ഫുള്ള് വായ
വായിലിരുന്ന കുഞ്ഞു കഷ്ണ. ഇതില് ചതിയില്ല കേട്ടോ, അത് മൊത്തം വായി പോട്ടെ. ഫുള്ള് വായിലിട്. നന്നായിട്ട് ഫുള്ള് കഴിച്ച്. ഇവര് മറ്റേ ഇതില് പണിഷ്മെന്റിൽ ഇവര് കള്ളത്തരം കാണിക്കുന്നുണ്ടോ? ചേട്ടൻ മൊത്തം ഉടായിപ്പോണ്. ഞങ്ങള് മുളക് ഇറക്കൂട്ടോ. അത് കഴിക്കുക. അല്ല, അത് കഴിച്ചിട്ട് എനിക്ക് കഥ നീങ്ങുള്ളൂ. കടിക്കേ. അടുത്ത ചോദ്യം, ഒരിക്കൽ കണ്ടിട്ട് വായിക്കണ വെള്ളമുണ്ട്. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ. ചേച്ചിക്ക് ഷിൻഡോ ചേട്ടനില് ഇഷ്ടമുള്ള ക്വാളിറ്റി. അത് മത്സരല്ല, ചേട്ടന് ചോദ്യല്ലേ? അതെന്തായിരിക്കും ചേട്ടന് തോന്നണേ? ആ, ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ പാട്ട്. ഇഷ്ടപ്പെട്ട. അത് അടുത്ത റൗണ്ട്. അല്ല ഇല്ല എഴുതിക്കോ ചേട്ടന്. ഇല്ല ചേച്ചി ഇല്ല പറഞ്ഞോ. അല്ല എഴുതിക്കോ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ആയിട്ട് ഇച്ചൊക്കെ തോന്നിയേക്കണ കാര്യം ഇത്. ആ സെയിം ആണ് നമ്മളോ. അതാണ് ഗെയിം, അതാണ്. ഈ സാധാരണ എല്ലാവരും പണി മേടിക്കാതിരിക്കാനാണ് നോക്കുക. ചേച്ചിയാണെങ്കിൽ ശ്രമിക്കുന്നത്. എഴുതിക്കോ. പോട്ടെ കാര്യങ്ങൾ ഇവര്. അനു ചേച്ചിയുടെ ഏത് ക്വാളിറ്റി ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത്. ചേച്ചിക്ക് തോന്നിയേക്കണേന്ന് എഴുതിക്കോ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് എഴുതിക്കോ. അതിനല്ലേ ഇപ്പൊ പറഞ്ഞേ. ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണ്. തട്ടിക്കോ. ആ ഉത്തരമാവാം. ചേച്ചി വായിച്ചോ. Patience. വേണ്ട. അതെന്നെ തിരിച്ചും അടുത്ത ചോദ്യം. അയ്യോ അത് ചാർജാവില്ല, അത് വൈകില്ല. കൊച്ചിന് ചാർജ് കുറഞ്ഞു തോന്നിയപ്പോ എടുത്ത് കടിച്ചാന്നോളൂ. 12 മണിയല്ലേ ആവുന്നുള്ളൂ, എനിക്ക് ചാർജ് അടുത്ത തിരിച്ചു വിളിക്കോ. അതേ ചോദ്യം തന്നെ. സെയിം ക്വസ്റ്റ്യൻ. ആ ആ ഈ തവണ ഇടി മേടിക്കും. എനിക്ക് മൊത്തം ക്വാളിറ്റീസ് ആണ്. ഒരുപാടുണ്ടല്ലോ എന്റെ രണ്ടുപേരും എഴുതിക്കോ. ചടാ പടാന്ന് എഴുതിക്കോ. അതില് തിരിച്ചു ഇതിന്റെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കറക്റ്റ് എഴുതിയാനല്ലേ. എന്ത് ചേട്ടാ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്നാന്ന് വെച്ചറിഞ്ഞ അപ്പൊ എഴുതിയാന്. സഹോദര സത്യങ്ങൾ എന്നും രാത്രി എന്നെ കുനിച്ചീർത്തി ഇടിക്കുന്നു. കഴിഞ്ഞു. കഴിഞ്ഞു. വായിച്ചോ എഴുത. 10 9 8 7 6 5 4 3 അതിനെ അടുക്കി പറക്കി വെക്കാന്ന് പറയും. ഓർഗനൈസിംഗ് ആ എന്താണ്? പറഞ്ഞോ ഉത്തരം പറയാം. ചേട്ടൻ വായിച്ച ആദ്യം. അതല്ലേ ഏതെങ്കിലും ഇരിപ്പ് കണ്ടറിയാം. അഹങ്കാരം. ഓർഗനൈസ്. മന്ത്രവാദമോ മാജിക്കോ എന്തോ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് മോർ റൊമാൻറ്റിക്? ഞാൻ തന്നെ. പെട്ടെന്ന് വേണ്ടോ, അത് ആലോചിച്ചോണ്ടിരിക്കുന്ന സമയമില്ല. പെട്ടെന്ന് വേണം. ഇല്ല ഷിൻഡോ ചേട്ടൻ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പെട്ടെന്നാട്ടെ ഉത്തരം പെട്ടെന്നാട്ടെ. അപ്പൊ അവിടെ ആൻസർ പറഞ്ഞു കൊടുത്തോ. ശരിയല്ല ഇല്ല ഡിബേറ്റബിൾ ഒന്നുമില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണോ അല്ലോ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഡിബേറ്റിലും എന്തെങ്കിലും പോകുന്നില്ല നമ്മള്. ഡിബേറ്റ് നിങ്ങൾ തമ്മിലാവാ എപ്പോഴില്ല. ഞങ്ങള് പോയതിനു ശേഷം ആൻസർ എഴുതിയോ? ഉത്തരേതി ഉത്തരായ്മ ഷിൻഡോ ചേട്ടൻ പറഞ്ഞാ മതി.
ആ ഓക്കെ മീ. അടുത്തത് അടുത്തേക്ക് പോട്ടെ. അടുത്ത കുഞ്ഞിപ്പെണ്ണി നെക്സ്റ്റ്. നമുക്ക് എന്തെങ്കിലും interesting ആയിട്ടുണ്ടോ? അനോൾ ചേട്ടന്റെ അനോൾ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ആ സിന്ധുചേട്ടൻ എഴുതിക്കോ. തിരിച്ച ഷിൻഡോ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. അത് എഴുതി. രണ്ടും ഒരുമിച്ച് പറഞ്ഞു. അല്ലല്ലോ. രണ്ടും എഴുതിക്കോ. എഴുതണേ കുഴപ്പമില്ലല്ലോ. രണ്ടും രണ്ടായിട്ട് എഴുതിക്കോ. എന്റെ ഫ്രണ്ടിന്റെ പേര് വായിക്കും. ആയത്ത് പറഞ്ഞു. എന്റെ ഫ്രണ്ടിന്റെ പേര് ചോദിച്ചോ? ആയുഷിന്റെ ഏട്ടൻ പറഞ്ഞേ ആള്. രേഷ്മ. ഞാൻ ഈ രേഷ്മാവെ നോക്കി ആ മാളു രേഷ്മ രണ്ടും ഇരിക്കുന്നു. തിരിച്ച അത് രണ്ടും ഒരാളൊന്നും തിരിച്ച തിരിച്ചു. പ്രീജോ. ഓക്കെ അതൊക്കെ അറിയാം. അറിയാൻ പ്രീജോ. അടുത്തത് ആദ്യമായിട്ട് ഒരുമിച്ച് പോയ സ്ഥലം. ആ അതിലേക്ക് വീടല്ല കേട്ടോ, നിങ്ങളുടെ വീടല്ലേ. ഏയ് സ്ഥലം ആദ്യമായിട്ട് ഒരുമിച്ച് പോയ സ്ഥലം. ഒരുമിച്ച് പോയ സ്ഥലം എഴുതിയാ പോരെ. എല്ലായിടത്തും ഒരുമിച്ചാവണേ. പറഞ്ഞു. ശോഭാസിറ്റി. ഓക്കെ കല്യാണത്തിന് മുമ്പേ പോയതാണോ? ആദ്യമായിട്ട് കൈമാറിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഷിൻഡോ ചേട്ടൻ ചേച്ചിക്ക് തന്ന ഗിഫ്റ്റ്, ചേച്ചി ചേട്ടന് കൊടുത്ത ഗിഫ്റ്റ്. രണ്ടുപേർക്കും അറിയാ. എന്തുവാ? രണ്ടും എഴുതണം കേട്ടോ. അല്ലല്ല രണ്ടും എഴുതണം. രണ്ടും എഴുതണേ. അതൊരു ഒബ്ജക്റ്റ് ആവാം, എന്തും ആകാം. ആദ്യത്തെ ചോദ്യം ഞാൻ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം കോപ്പിടിക്കണോ അതിന്റെ നോക്കിട്ട് കണ്ടില്ലെന്ന് പറയുന്നു. ഞാൻ എഴുതി. രണ്ടും എഴുതിണ്ടല്ലോ അല്ലെ. ചേട്ടൻ കുറച്ച് ഇഞ്ചിന്ന് ആരെങ്കിലും തിരിഞ്ഞു. രണ്ടും എഴുതിയില്ലോ അല്ലെ. രണ്ടും എഴുതിയില്ലോ അല്ലെ. അനോൾപ്പുറം രണ്ടും എഴുതിയിട്ടുണ്ട്. ഇനി 5 4 3 2 ഓക്കെ. ചേച്ചി വായിച്ചു. ചേട്ടൻ ആദ്യമായി തന്നെ ഗിഫ്റ്റ്. ഇല്ല, ഞാൻ ആദ്യമായിട്ട് കൊടുത്തത്. എന്നാ അതെങ്കിലും അത് എന്താ. ഓ മൈ ഗോഡ്. തിരിച്ചു കൊടുത്ത എഴുതിയിട്ടില്ല ചേട്ടൻ. ചേട്ടൻ ആദ്യമായി തന്നെ ഗിഫ്റ്റ്. ചേച്ചി വായിക്കേ. ചേട്ടൻ എഴുതിയിട്ടില്ല. ഇഞ്ചി കൊടുത്തോ? എന്തോ ആവാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നോടി തുണ്ടിരി ആമ തുണ്ടിരി വായിക്കേ പെട്ടെന്ന് കേട്ടെ. അയ്യോ, അടുത്ത ക്വസ്റ്റ്യൻ. അത് വായിച്ചില്ല, എഴുതിയില്ല, പറഞ്ഞില്ല. ഇനി പറഞ്ഞാ മതി. രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു നിങ്ങളുടെ ഓർമ്മയിലുള്ളൊരു ഫണ്ണിയസ്റ്റ് മൊമെന്റ്. ആദ്യം ചേട്ടൻ പറയും, രണ്ടാമത് ചേച്ചി.